കോപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിന്റെ ഒരു പുതിയ വീഡിയോ സീരീസ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. സഹകരണ ബാങ്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. അറ്റ് പ്രസന്റ് ഇൻ കേരള ഡാഷ് ആൻഡ് ഡാഷ് കോപ്പറേറ്റീവ്സ് ആർ ഹാവിംഗ് 3 ടയർ സ്ട്രക്ചർ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഇന്ന് കേരളത്തില് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് 3 ടയർ സ്ട്രക്ചർ ഉള്ളത്? നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് 3 ടയർ സ്ട്രക്ചർ ആയിരുന്നു. എന്നാൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്തായി മാറി? കേരള ബാങ്കായി മാറി. അതുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്താണ് ഇപ്പൊ 2 ടയർ സ്ട്രക്ചറാ. അപ്പം ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെ സൊസൈറ്റികൾക്കാണ് ഈ 3 ടയർ സ്ട്രക്ചർ ഉള്ളത്? ഓക്കെ, ഓപ്ഷൻ എ കൺസ്യൂമർ ആൻഡ് മിൽക്ക് അല്ലെങ്കിൽ ഡയറി. ഓപ്ഷൻ ബി ക്രെഡിറ്റ് ആൻഡ് കൺസ്യൂമർ. ഓപ്ഷൻ സി ഹൗസ് ആൻഡ് മാർക്കറ്റിംഗ്. ഓപ്ഷൻ ഡി ലേബർ കോൺട്രാക്ട് ആൻഡ് അർബൻ സൊസൈറ്റി. ഇതിൽ ഏത് സൊസൈറ്റികൾക്കാണ് 3 ടയർ സ്ട്രക്ചർ ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ കൺസ്യൂമർ ആൻഡ് മിൽക്ക്. കൺസ്യൂമറിനും ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുമാണ് കേരളത്തിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ 3 ടയർ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. അണ്ടർ ക്രോപ്പ് ലോൺ സിസ്റ്റം ദ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ക്വസ്റ്റ്യൻ എന്താണ്? അണ്ടർ ക്രോപ്പ് ലോൺ സിസ്റ്റം ദ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ഇതിന്റെ മലയാളം എന്ന് പറയുന്നത്, ക്രോപ്പ് ലോൺ സിസ്റ്റം അനുസരിച്ച് ലോൺ കൊടുക്കുന്നതിന്റെ ഫിനാൻസ് എത്രത്തോളം കൊടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് സ്ഥാപനമാണ് അല്ലെങ്കിൽ ആരാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നബാർഡ്. ഓപ്ഷൻ ബി RBI. ഓപ്ഷൻ സി ടെക്നിക്കൽ കമ്മിറ്റി. ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതില് ക്രോപ്പ് ലോൺ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് PACS ആണെന്ന് നിങ്ങൾക്കറിയാലോ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അപ്പോഴ് അതിൽ വരുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ടെക്നിക്കൽ കമ്മിറ്റി. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. ഇഫ് എനി സൊസൈറ്റി refuses to issue identity card to any member, the aggrieved person may appeal to the registrar within dash days from the date of receipt of the order of such refusal. ഇതിന്റെ മലയാളം പറയാം. ഏതെങ്കിലും ഒരു സൊസൈറ്റി ആ സൊസൈറ്റിയിലെ മെമ്പർക്ക് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് വിസമ്മതിച്ചാൽ അല്ലെങ്കിൽ നിരസിച്ചാൽ, അത് ഏത് മെമ്പറെ ആണോ നിരസിച്ചത് ആ പേഴ്സൺ, അതാണ് അഗ്രീവ്ഡ് പേഴ്സൺ, ക്യാൻ അപ്പീൽ ടു ദ രജിസ്ട്രാർ. അപ്പീൽ പോകാം. ആർക്ക്? രജിസ്ട്രാറോട് അപ്പീൽ പോകാം. അത് എത്ര ദിവസത്തിനകത്ത് വെച്ചാണ് ഈ റെഫ്യൂസൽ ഓർഡർ കിട്ടി എത്ര ദിവസത്തിനകത്ത് വെച്ചാണ് ആ പേഴ്സണ് രജിസ്ട്രാറിന്റെ അടുത്ത് അപ്പീൽ പോകാൻ കഴിയുന്നത്? ക്ലിയർ ആയോ? അപ്പം ഓപ്ഷനിലോട്ട് പോകാം നമുക്ക്. ഓപ്ഷൻ എ 15 days. ഓപ്ഷൻ ബി 30 days. ഓപ്ഷൻ സി 45 days. ഓപ്ഷൻ ഡി 60 days. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 15 days. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് പവേഴ്സ് കനോട്ട് ബി എക്സസൈസ്ഡ് ബൈ എ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏത് പവറാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് കഴിയാത്തത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്തത്? താഴെ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ ഏത് പവറാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് നടപ്പിലാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവർക്ക് കഴിയാത്തത്, അതിനുള്ള അവകാശമില്ലാത്തത്, അധികാരമില്ലാത്തത്? ഇതാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓപ്ഷൻ സി അപ്രൂവൽ ഓഫ് ദ ബഡ്ജറ്റ്. ഓപ്ഷൻ ഡി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം,
അതായത് എത്രയെങ്കിലും മെമ്പേഴ്സിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ എല്ലാവരെയും കൂടെ നമുക്ക് ജനറൽ ബോഡി മീറ്റിങ്ങിൽ വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് എടുക്കുന്ന ബോഡിയാണ് ഏതെന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അവർക്ക് ഒരു ജനറൽ ബോഡിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിലും ചില അധികാരങ്ങൾ അവർക്ക് എന്ത് ഇല്ല. അങ്ങനെയുള്ളതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏത് അധികാരമാണ് അവർക്ക് ഇല്ലാത്തത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അതായത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല. അപ്പൊ എയും ബിയിലും സിയിലും പറഞ്ഞിരിക്കുന്നത് അവർക്ക് അധികാരമുണ്ട്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ നോട്ട് എക്സീഡ്. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പം പറഞ്ഞായിരുന്നു, കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഭാഗത്ത് നിന്ന് അതിൽ നിന്നും എലക്ട് ചെയ്ത് ജനറൽ ബോഡിയിലേക്ക് എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഒരു സൊസൈറ്റിക്ക് അതിനകത്ത് ജനറൽ ബോഡിയിൽ വരുന്ന മെമ്പേഴ്സിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആരെ എലക്ട് ചെയ്യും? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ എലക്ട് ചെയ്യും. അങ്ങനെ എലക്ട് ചെയ്യുമ്പോൾ മാക്സിമം എത്ര വരെ വരാവൂ അതാണ് ഈ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 1000, ഓപ്ഷൻ സി 500, ഓപ്ഷൻ ഡി 25. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി 500. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ ഡേറ്റ ഈസ് കാൾഡ്. ഈ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഭാഗമായ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. അതായത് ക്വസ്റ്റ്യൻ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ ഡേറ്റ ഈസ് കാൾഡ്. അതായത് അതിന്റെ മലയാളം ഇങ്ങനെയാണ്: ആക്ച്വൽ ഡേറ്റാസിനെ വെച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കും? ആക്ച്വൽ ഡേറ്റാസിനെ വെച്ചുകൊണ്ട്, അതായത് അസംഷന്റെ ബേസിലല്ല, ആക്ച്വൽ ഡേറ്റാസിനെ വെച്ചുകൊണ്ട് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സ് ഈ തരുന്ന ഓപ്ഷനുകളിൽ ഏതാണ്? ഓപ്ഷൻ എ കോസ്റ്റ് എസ്റ്റിമേഷൻ, ഓപ്ഷൻ ബി കോസ്റ്റ് അസർടൈൻമെന്റ്, ഓപ്ഷൻ സി കോസ്റ്റ് അലോക്കേഷൻ, ഓപ്ഷൻ ഡി വേരിയബിൾ കോസ്റ്റ്. ആൻസർ ഏതായിരിക്കും? നമുക്കതിൽ ഓരോന്നൊന്ന് നോക്കാം. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അസംഷന്റെ ബേസിലാണ്. കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് പറയുന്നത് റിയൽ ഡേറ്റാസ് അല്ലെങ്കിൽ ആക്ച്വൽ ഡേറ്റാസ് വെച്ചോണ്ടാ. കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിലേക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ ഭാഗമായി വരുന്നതാ. അപ്പൊ ഇതില് ഏത് പ്രോസസ് ആയിരിക്കും ആക്ച്വൽ ഡേറ്റ വെച്ചുകൊണ്ട് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അത് കോസ്റ്റ് അസർടൈൻമെന്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, കോസ്റ്റ് അസർടൈൻമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. അതായത് ഇത് കൺസൈൻമെന്റ് അക്കൗണ്ടിനകത്ത് പറയുന്നതാണ്. അതില് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അതിന്റെ ഈ പറയുന്ന ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഏത് അക്കൗണ്ടിലേക്കായിരിക്കും? ഓപ്ഷൻ എ പർച്ചേസ്, ഓപ്ഷൻ ബി സെയിൽസ്, ഓപ്ഷൻ സി കൺസൈൻമെന്റ്, ഓപ്ഷൻ ഡി കൺസൈനി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പർച്ചേസസ്. ഓക്കെ അല്ലയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ സാധാരണ നമുക്കറിയാം റിസർവുകൾ കാണിക്കുമെന്ന്. എന്നാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏത് റിസർവ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്തത്? എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവ്, ക്യാപിറ്റൽ, സീക്രട്ട്. ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ ഡി സീക്രട്ട് റിസർവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡാഷ് റെഫേഴ്സ് ടു ലോസ് റെഗുലേഷൻ intended to prevent criminals from disabusing
ഇല്ലീഗലി ഒബ്റ്റെയിൻഡ് ഫണ്ട്, അതായത് ഇല്ലീഗലായിട്ട് കണ്ടെത്തുന്ന ഫണ്ട് നമുക്ക് ബ്ലാക്ക് മണി എന്ന് പറയാം. ഇല്ലീഗലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മണി എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കുറ്റങ്ങൾ, അങ്ങനെയുള്ള കുറ്റവാളികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നിയമം. അപ്പൊ നിങ്ങൾക്കറിയാം, ബ്ലാക്ക് മണി നിരോധനത്തിന് വേണ്ടി, കള്ളപ്പണ നിരോധനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നിയമം ഏതാണ്? ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ആൻസർ അറിയാം. ഓപ്ഷൻ എ ക്രിസില്, ഓപ്ഷൻ ബി ഫാക്ടറി സർവീസ്, ഓപ്ഷൻ സി സർഫേസി ആക്ട്, ഓപ്ഷൻ ഡി AML. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി AML, ആന്റി മണി ലോണ്ടറിങ് ആക്ട്. അത് നിങ്ങൾക്ക് പ്രിവെൻഷൻ ഓഫ് ആന്റി മണി ലോണ്ടറിങ് എന്നും വരും, PAML എന്നും വരും, ആന്റി മണി ലോണ്ടറിങ് ആക്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ലാഫ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, അതായത് ഒരു ബാങ്കിന് അതിന്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അവിടെ എന്ത് ചെയ്തേ പറ്റൂ? അഡ്ജസ്റ്റ്മെന്റ് നടത്തിയേ പറ്റൂ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ബാങ്കിന് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയേ പറ്റൂ. അതാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. ഇത് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്? ഓപ്ഷൻ എ ശിവരാമൻ, ഓപ്ഷൻ ബി നരസിംഹം, ഓപ്ഷൻ സി വൈദ്യനാഥൻ, ഓപ്ഷൻ ഡി കല്യാണ സുന്ദരം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി നരസിംഹം. അടുത്ത നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. കോൾ മണി മാർക്കറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഡാഷ്. കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിൽ പെടുന്നതാണ്? മാർക്കറ്റിനെ നമുക്ക് രണ്ടായി പറയാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. അതില് മണി മാർക്കറ്റിലാണോ ക്യാപിറ്റൽ മാർക്കറ്റിലാണോ കോൾ മണി വരുന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ ഒന്ന് നോക്കിയാലോ. ഓപ്ഷൻ എ ക്യാപിറ്റൽ മാർക്കറ്റ്, ഓപ്ഷൻ ബി മണി മാർക്കറ്റ്, ഓപ്ഷൻ സി മെർച്ചന്റ് ബാങ്കിങ്, ഓപ്ഷൻ ഡി ബോണ്ട് മാർക്കറ്റ്. ഇത് നോക്കേ, രണ്ട് മാർക്കറ്റാണ്, ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. അതിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ നോക്കേ, കോൾ മണി മാർക്കറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആൻസർ ഓപ്ഷൻ ബി മണി മാർക്കറ്റ്. ഇതില് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സെബി, ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്, സെബിയുമായി ബന്ധപ്പെട്ടിരിക്കും. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്, അതായത് ഡെവലപ്മെന്റ് ബാങ്കുകൾ, അല്ലെങ്കിൽ എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതുപോലെയുള്ളതെല്ലാം ചെയ്യുന്ന ബാങ്കിങ്ങിനെയാണ് നമുക്ക് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമായി പറയുന്നതാണ് ബോണ്ട് മാർക്കറ്റ്, മണി മാർക്കറ്റിന്റെ ഭാഗമായി വരുന്നതാണ് മെർച്ചന്റ് ബാങ്കിങ്. അവര് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമായി കൂടെ നിൽക്കും. ഓക്കെ, അപ്പൊ ആൻസർ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട്. അതായത് RBI ആക്ട് നിങ്ങൾക്കറിയാം 1934 അങ്ങനെ 1934 RBI ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന്. RBI ആക്ട് വന്നിരിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകൾക്കും മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ഒക്കെ ബാധകമായിട്ടുള്ളതാ, അല്ലയോ RBI ആക്ട്. അതായത് ഈ 1966 എന്ന് പറയുന്ന വർഷം വരെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏതിൽ വന്നില്ലായിരുന്നു? RBIയുടെ ആക്ടിനകത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1966 ഏത് ബാങ്കിനെയാണ് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നിട്ടുള്ളത്? അത് നോക്കിയാൽ മതി. ഏതായിരിക്കും? കർണാടക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പഞ്ചാബ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നിങ്ങൾ അതിന്റെ വർഷവും കൂടെ ഓർത്തു വയ്ക്കുക. ജൂലൈ 1, 1966 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്ക്
ആദ്യമായിട്ട് RBI ആക്ടില് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത ഈ 12 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഓപ്ഷനെ പറ്റിയൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.